വയനാടിന്റെ വാഗമണ്ണിലേക്ക് ഓൾ കേരള ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ആണ്. വയനാട്ടിൽ തന്നെ ഉണ്ട്. കൊല്ലോ സുഖമായിട്ടെന്റെ ചായക്കടി തെരഞ്ഞിട്ടുള്ള പോക്കാ. ഏകദേശം എത്രയിലോട്ടുള്ള ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന്. അപ്പോൾ ഇന്നലെ ടെൻ്റൊക്കെ അടിച്ച് കിടന്ന് രാവിലെ എണീറ്റിട്ടുള്ള പോക്കാണ്. മാപ്പിലൊരു കബനി റിവർ ഉണ്ട്. അപ്പോൾ അത് എറിഞ്ഞ് പോകുന്നതാണ് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്. ഏതാ കടവ് എന്ന് ചോദിച്ചാൽ കൂടൽക്കടവ് ചെക്ക് ഡാം. അങ്ങനെ മുന്നേ ബോർഡ് കണ്ടത്. ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഒരു കൊട്ടയൊക്കെ കാണുന്നുണ്ട്, കൊട്ടവഞ്ചി. പക്ഷേ നമുക്ക് ഓട്ടി നോക്കാനുള്ള വെള്ളമല്ല, അല്ലെങ്കിൽ ഒന്ന് ഓട്ടി നോക്കാനും. ഇവിടെ വേറൊരു സംഭവം കണ്ട്. താഴെ അതാ വാൽമാക്രി ചത്തെടുക്കുന്നത്. വാൽമാക്രി എന്ന് നമ്മൾ പറയും, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. പിന്നെ ഇതാ നിറയുണ്ട്. ഈ ഒരു കോൺക്രീറ്റുമേ നല്ല ഒരുപാടെണ്ണം ചത്തെടുക്കുന്നുണ്ട്. കുളിക്കാൻ അവിടെ ഏകദേശം ഒരു സെറ്റപ്പ് കാണുന്നുണ്ട്. അവിടെ പോയി കുളിക്കാം. അങ്ങനെ കുളി കഴിഞ്ഞുള്ള മടക്ക. ഇനി സുഖുവേട്ടൻ്റെ ചായക്കട. നമ്മുടെ ഈ കബനി റിവറിൻ്റെ തൊട്ടരികത്ത് കൂടെ തന്നെ ഒരു ഷോർട്ട് വേ ഉണ്ട്. തെങ്ങും നെല്ലും കവുങ്ങൊക്കെ ആയിട്ട് കിഡിലൻ ലാൻഡ്സ്കേപ്പാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ കൃഷി ആവശ്യത്തിനായിട്ട് കിട്ടിയ എന്തോ ഒരു ചെറിയ കുടിലാന്ന് തോന്നുന്നു. നല്ല നൈസ് വ്യൂ. പിന്നെ ഒരുപാട് കുറിയ വീടുകളുണ്ട് ഇവിടെ. വയനാടിൻ്റെ ഒരു ഉൾഗ്രാമ ജീവിതം തന്നെ പറയാം. എല്ലാം കുറിയ വീടുകളാണ്, പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറൊരു സംഭവം കൂടെ ഈ ഒരു റോഡിലുണ്ട്. എന്താ കാണിച്ചു തരാം. ഇവിടെ കണ്ടോ, ഇതിൻ്റെ മുകളിൽ വെസ്റ്റ് ഈസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ 1-2 പോസ്റ്റ് വേറെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നേരെ താഴെയായിട്ട്, ഈ വെസ്റ്റ് ഈസ്റ്റ് കൊടുത്തതിൻ്റെ നേരെ താഴെയായിട്ട് ഒരു വിൻഡ് ഡയറക്ഷനാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പിന്നെ അതിൻ്റെ താഴെ ഒരു കുറ്റി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ്, അതിൻ്റെ മുകളിൽ ഏരിയലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരു ഓഫീസ് പോലെ ഒരു കാര്യാലയം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, CWC. ഈ തൊട്ട് മുന്നിലായി പുഴയുടെ അരികത്തായിട്ട് ഇങ്ങനെ ഒരു റീഡറുണ്ട്, മീറ്റർ റീഡറൊക്കെ ആയിട്ട്. എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് റോപ്പ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് എന്തൊക്കെയൊക്കെ സംഭവം എന്താണെന്നുള്ളത് മനസ്സിലായിട്ട്. പിന്നീട് ഞങ്ങൾ സുഖേട്ടൻ്റെ ചായക്കട എത്തുന്നതിന് തൊട്ട് മുന്നേ കണ്ട കാഴ്ച ഇതാണ്. നെൽപ്പാടവും അതിലുള്ള വീടുകളൊക്കെ ആയിട്ട്. ഈ വീടുകളൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. തെങ്ങും അതിൻ്റെ അരികത്തായിട്ട് വീടും ഈ മുന്നിലുള്ള വയലും ഒക്കെ ഒരു നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ. മാത്രമല്ല അതിൻ്റെ മുന്നിലൂടെ കാലികളെ മേയ്ക്കുന്ന ആൾക്കാരും. വയനാട് നമ്മൾ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും കാലം നമ്മളിത് കണ്ടിട്ടില്ല എന്നുള്ളൊരു സങ്കടം നമുക്കത് കണ്ടപ്പോൾ വന്നുപോയി. എന്താ ആംബിയൻസ്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സുഖേട്ടൻ്റെ ചായക്കട. അങ്ങനെ സുഖേട്ടൻ്റെ ചായക്കട എത്തി. ഒരുപാട് റീൽസുകളിൽ കണ്ട ഒരു സ്ഥലമാണ് ഈ സുഖേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത്. സൺഡേ അതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഏട്ടാ എന്താ കഴിക്കാനുള്ളത്? സുഖവേട്ടൻ ചായ കൊടുക്കുന്ന തിരക്കിലാണ്. ഏതായാലും ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വയനാടിൻ്റെ അടുത്തുള്ള പല പ്രദേശങ്ങളിൽ നിന്നായിട്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഏതായാലും കൂട്ടിയും രാധച്ചേച്ചിയുമുണ്ട് സുഖവേട്ടൻ്റെ. സുഖവേട്ടൻ എല്ലാവർക്കും ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു ആംബിയൻസിൽ വളരെ സന്തോഷത്തോടെയാണ് ചായ കുടിക്കുന്നത്. ഈ ഒരു റേഡിയോയും തൊട്ടടുത്ത് വരുന്ന പുകയും സുഖവേട്ടൻ്റെ ചായയടിയും എല്ലാം കൊണ്ടും ആ ചായക്കടയുടെ ആംബിയൻസ് വേറെ ലെവലാണ്. സീന് മോനെ, സുഖവേട്ടൻ്റെ ചായക്കട ഞായറാഴ്ച ആയതുകൊണ്ട് പിടുത്തം വിട്ട ആൾക്കാരാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങോട്ട് ആക്കാന്ന് വിചാരിച്ചിട്ടാ ഓടി പാഞ്ഞ് പോന്നിന്. പക്ഷേ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. പൂരി തന്നെ കുറച്ച് നേരം ചായ കൂടി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ടൈം ഉണ്ടാവും, നമുക്ക് അറിയില്ലല്ലോ. ഏതായാലും ആംബിയൻസ് ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ആൾക്കാർ വന്നിട്ടുണ്ട്. അധികം കടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ജസ്റ്റ് 2 പൂരിയും അതിക്കൊരു ഗ്രീൻ പീസൊക്കെ കൂട്ടി കഴിച്ച് ചായ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്. സുഖവേട്ടൻ്റെ ചായക്കട കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയയാണ്. ഇതിലൂടെ റോഡ് സൈഡിലൂടെ ഇങ്ങനെ ഇറങ്ങി പോയാൽ അടിപൊളി ആമ്പൽക്കുളം സ്പോട്ട്. ആനയൊക്കെ ഇറങ്ങുന്ന സ്പോട്ടാണ്. അവിടെ സൈൻ ബോർഡ് ആനയൊക്കെ ഉണ്ട്.
അങ്ങനെ സുഖമായിട്ടെൻ്റെ ചായക്കടയും ആമ്പലക്കുളമൊക്കെ കഴിഞ്ഞ് നമ്മളിനി കണ്ണൂർക്കുള്ള റൂട്ടിലാണ്. ഇത് ബാവലി ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്, കർണാടകയ്ക്കുള്ള റോഡ്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കുറച്ച് സമയം കാടാണ്. പിന്നീട് വയനാട് തലപ്പുഴ എത്തിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇവിടെ ഒരു ബോർഡ് കണ്ടു റോഡ് സൈഡിലായിട്ട്, മുനീശ്വരൻ കുന്ന് വയനാടിൻ്റെ വാഗമണ്ണിലേക്ക് സ്വാഗതം എന്നാണ് പറയുന്നത്. അപ്പോൾ വയനാടിൻ്റെ മിനി മൂന്നാർ നമ്മൾ കണ്ട്, അപ്പോൾ ഇനി വാഗമണ്ണ് കൂടി കാണാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി. ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉള്ളത് അവിടെ എത്തിയപ്പോൾ അറിയുന്നത്. മുനീശ്വരൻ കുന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. എന്തോ കർണാടകയിൽ നിന്നുള്ള സ്കൂൾ കുട്ടികളാണ്. ഏതായാലും ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ആന ഇറങ്ങിയത് കൊണ്ട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടത്. അവിടെ നോക്കുമ്പോൾ നല്ല കാറ്റുണ്ട്. ആ കാറ്റിൽ പുൽമേടുകൾ ഇങ്ങനെ തഴുകുന്നുണ്ട്. വല്ലാത്തൊരു ഫീല് തരുന്ന കാഴ്ച തന്നെയായിരുന്നത്. അത് കുറച്ച് നേരം ആസ്വദിച്ച് നിന്നു. പിന്നീട് ആ കാറ്റൊക്കെ ആസ്വദിച്ച് വ്യൂ പോയിൻ്റൊക്കെ കണ്ട്, കാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റായിരുന്നു. അത് നമുക്ക് ഈ പുൽച്ചെടികളിലൊക്കെ നോക്കിയാൽ പ്രത്യേകം അറിയാൻ കഴിയും. കാരണം ആ രീതിയിലുള്ള ശക്തിയായ കാറ്റ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മരം, ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നത്. പല ഫോട്ടോസിലും കാണുന്ന ആ ഒരു മരമാണത്. ഇവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ട്. ഈ മരത്തിൻ്റെ താഴെ പിന്നെ മറ്റൊരു സംഭവം കണ്ടു. ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ തിരിയുണ്ട്. പിന്നെ കുറച്ച് ചില്ലറ തുട്ടുകളും 10 രൂപയൊക്കെ ആയിട്ട് എന്തോ പ്രതിഷ്ഠയോ എന്തോ ഒരു ആചാരം ഇവിടെ നടക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിരിക്കാം. ഏതായാലും ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരാളെ പോലും കാണാനില്ല. എല്ലാവരും സ്ഥലം വിട്ടിട്ടുണ്ട്. ഇങ്ങനെ 1-2 വണ്ടികൾ മാത്രം, അവരും പോകുന്നുണ്ട്. ഏതായാലും ഇവിടെ ഒരു ബോർഡ് ഉണ്ട്, ആദിവാസി വിഭാഗക്കാർ അവരിൽ നിന്ന് ശേഖരിക്കുന്ന കാട്ടുതേന വിൽക്കുന്ന ഒരു ഇടമാണ്. പക്ഷെ അവിടെ ആരും കണ്ടില്ല. ഈ ഒരു വ്യൂ പോയിന്റ് കൂടെ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഈ ഒരു വഴിയിലൂടെ അങ്ങനത്തെ നടന്നു. മുകളിലെത്തിയപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഒരു സമാധാനം കിട്ടുന്നൊരു ഏരിയയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ തൊട്ടരികത്തായിട്ട് മറ്റൊരു സ്പോട്ടും ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഇരിപ്പിടങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു ചെറിയ രീതിയിലെന്നല്ല, നല്ല രീതിയിൽ തന്നെ ഒരു വ്യൂ ഉണ്ട്. പക്ഷേ ഒന്നുകൂടി ബെറ്റർ ആവണമെങ്കിൽ കോടയോ അങ്ങനെ സൺറൈസോ സൺസെറ്റോ ഒക്കെ വരണം. ഏതായാലും അവിടെ നിന്ന് ഞങ്ങൾ കണ്ണൂരിലേക്ക് തിരിച്ചു. ആ കാഴ്ചകളൊക്കെ കണ്ട് വയനാടിൻ്റെ ഏകദേശം കാഴ്ചകളൊക്കെ കവർ ചെയ്ത് ഇനി കണ്ണൂർ ജില്ലയിലേക്കാണ്. കേരളം മൊത്തത്തിൽ ഇങ്ങനെ 14 കിട്ടും. പേരെന്താ? ജുനൈദ്. അങ്ങനെ ഏമാന്മാരുടെ സ്നേഹപൂർവമായ പെരുമാറ്റമൊക്കെ കണ്ട് പാൽച്ചുരം വഴി ഇരിട്ടിയിലേക്ക് തിരിച്ച് ഞങ്ങൾ ഇനി കണ്ണൂർ ജില്ലയിൽ.